RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. സത്യഭാമയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് RLV രാമകൃഷ്ണൻ. കുടുംബക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ വേദി നൽകുമെന്ന് സുരേഷ് ഗോപി. പ്രസിദ്ധമായ ആറാട്ടുപുഴ ദേവസംഗമം ശനിയാഴ്ച. പീടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ കോടന്നൂർ ശാസ്താവിന്റെ കൊമ്പൻ വടക്കുംനാഥൻ ശിവൻ ഒന്നാമനായി. തറയ്ക്കൽ പൂരം ആവേശമായി. കേച്ചേരിയിൽ വീട്ടിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 56,000 രൂപയും 1.25 പവൻ സ്വർണവും കവർന്നു. കണ്ടത്തുവളപ്പിൽ അജീനയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ചേലക്കര അതിമഹാകാളൻകാവ് വേല ശനിയാഴ്ച ആഘോഷിക്കും. വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച് അധികൃതർ. വാർത്തകൾ വിശദമായി. RLV രാമകൃഷ്ണനെതിരായ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കറുത്ത നിറമുള്ളവർ നൃത്തം ചെയ്യരുതെന്ന് പറഞ്ഞ പരാമർശത്തിനെതിരെയാണ് കേസെടുത്തത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം VK ബീനാകുമാരി ആവശ്യപ്പെട്ടു. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടസ്വാമിയും ഇതേ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. കലാമണ്ഡലം സത്യഭാമ നടത്തിയ ജാതി അധിക്ഷേപത്തിന് പിന്നാലെ RLV രാമകൃഷ്ണനെ വേദി നൽകുമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കൊല്ലത്തെ കുടുംബക്ഷേത്രത്തിൽ 28-ന് നടക്കുന്ന ചെറുപ്പ മഹോത്സവത്തിലേക്ക് രാമകൃഷ്ണനെ പരിപാടിക്കായി ക്ഷണിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പ്രതിഫലം നൽകി തന്നെയാണ് ക്ഷണിക്കുന്നത്. സർക്കാരിനെതിരായ വികാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും വിവാദത്തിൽ താൻ കക്ഷി ചേരാനില്ലെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. 2 ദിവസം മുൻപ് തന്നെ എല്ലാവരും വേട്ടയാടി. അതിന്റെ സത്യം പുറത്തു വന്നപ്പോഴാണ് പുതിയ വിവാദം ഉണ്ടാകുന്നത്. കലാമണ്ഡലം ഗോപിയുടെ നിലപാടിനെ മാനിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജാതീയ അധിക്ഷേപം നടത്തിയ നർത്തകി സത്യഭാമയ്ക്കെതിരെയുള്ള നിയമ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ. നർത്തകിക്കെതിരെ മാത്രമല്ല, സമൂഹത്തിൽ സ്പർദ്ധ സൃഷ്ടിക്കാൻ മനഃപൂർവ്വ ശ്രമം നടത്തിയ YouTube ചാനലിനെതിരെയും നിയമപോരാട്ടം നടത്തും. കറുത്ത നിറമുള്ളവർ മോഹിനിയാട്ടം അടക്കമുള്ള കലകൾ അഭ്യസിക്കരുത് എന്ന അപ്രഖ്യാപിത നിയമം ഈ സംഭവത്തിന്റെ ബാക്കിപത്രമായി അവശേഷിക്കരുത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് സംഘടനകളും വ്യക്തികളും തനിക്ക് ഊർജം പകരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നടൻ സുരേഷ് ഗോപിയുടെ തറവാട് ക്ഷേത്രത്തിൽ ഈ മാസം 28-ന് നടക്കുന്ന ഉത്സവത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ സുരേഷ് ഗോപി തന്നെയാണ് ഇക്കാര്യം ഫോണിൽ വിളിച്ച് അറിയിച്ചത് എന്നും രാമകൃഷ്ണൻ പറഞ്ഞു. തനിക്ക് നൃത്തം അവതരിപ്പിക്കാൻ വേദി നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. കലയ്ക്ക് വേണ്ടി സുരേഷ് ഗോപിയുമായി സഹകരിക്കും. സിനിമാ രംഗത്തു നിന്നും ഇങ്ങനെയൊരു സഹായം ലഭിക്കാൻ ഇത്രയും വർഷം വേണ്ടിവന്നു എന്നും RLV രാമകൃഷ്ണൻ പറഞ്ഞു. നാളെ വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾക്ക് കറുത്ത നിറമെന്നുള്ളവർ സൂചിപ്പിക്കുന്നത് കറുത്തവരും മോഹിനിയാട്ടം ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു നിയമം അറിഞ്ഞോ അറിയാതെയോ കേരള സമൂഹത്തിൽ ജീർണിച്ച മനസ്സുമായി ഇനി വന്നു കൂടരുത് ആരുടെയും മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഇത് സമൂഹത്തിനടക്കം അല്ലെങ്കിൽ സാംസ്കാരിക കലാസ്ഥാപനങ്ങളിലെ മേധാവികൾക്കും അല്ലെങ്കിൽ കലാധ്യാപകർക്കൊക്കെ ഇതൊരു പാഠമാവണം. അതുകൊണ്ട് തന്നെ ഇതിന് തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് തന്നെ പോകും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ പരിപാടികൾ ഇനിയിപ്പോൾ ഇന്നും ഒക്കെ നടക്കുന്നുണ്ട്. അതിൽ ഭാഗഭാക്കാവാനായിട്ട് പലയിടങ്ങളിൽ നിന്നുള്ള ക്ഷണം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ പ്രതിഷേധം ഇതൊരു വ്യക്തി എന്നുള്ള പേരിന് അപ്പുറത്തേക്ക് എന്നെയാണ് ആക്ഷേപിച്ചതെങ്കിലും ഈ ആക്ഷേപത്തിലുള്ള ഒരു സമൂഹത്തെ ആകമാനമാണ് ആക്ഷേപിച്ചത് ആയി നമ്മൾ കണ്ടത്. കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന അത്രയും നമ്മളുടെ ഫുൾ സപ്പോർട്ടുകൾ ഇങ്ങനെ ഒരു കാര്യത്തെ ജനങ്ങൾ എതിർക്കുന്നു, അല്ലെങ്കിൽ കലാകാരന്മാരും കലാകാരികളും നഖശിഖാന്തരം എതിർക്കുന്നു എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക്. 24 ദേവീദേവന്മാർ പങ്കെടുക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയായ ആറാട്ടുപുഴ പൂരം ശനിയാഴ്ച ആഘോഷിക്കും. ആദ്യകാലങ്ങളിൽ 108 ക്ഷേത്രങ്ങളിൽ നിന്നും എഴുന്നള്ളിച്ചു വന്നിരുന്ന ആറാട്ടുപുഴ പൂരത്തിന് ആഘോഷങ്ങളെക്കാൾ ചടങ്ങുകൾക്കാണ് പ്രാധാന്യം. 30 മുക്കോടി ദേവകളുടെ സാന്നിധ്യമുള്ള ഈ പൂരമഹോത്സവം കാണാൻ യക്ഷ കിന്നര ഗന്ധർവാദികളും പിശാചരക്ഷോഗണങ്ങളും ആറാട്ടുപുഴ പൂരപ്പാടത്തെത്തും എന്നാണ് വിശ്വാസം. പൂരത്തോടനുബന്ധിച്ച് കാശി വിശ്വനാഥ ക്ഷേത്രം, തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പൂരം ദിവസം അത്താഴപൂജ വൈകിട്ട് 6-ന് മുമ്പ് നടത്തി നട നേരത്തെ അടയ്ക്കും. ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയ്ക്ക് സാക്ഷിയാകാനും ആതിഥേയത്വം വഹിക്കാനും ശാസ്താവ് 15 ഗജവീരന്മാരുടെ അകമ്പടിയോടെ മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ 250-ൽ പരം പ്രമുഖ വാദ്യ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം അകമ്പടിയാകും. ഉരുട്ടുചണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും, കുറുങ്കുഴലിൽ കീഴൂട്ട് നന്ദനനും, വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും, കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും,
ശാസ്താവിന്റെ തിരുമുമ്പിൽ നടക്കുന്ന പഞ്ചാരിമേളത്തിന് പ്രമാണിമാരാകും. പമ്പാടി രാജൻ ശാസ്താവിന്റെ തിടം പേറ്റും. പഞ്ചാരിമേളം കുട്ടിക്കലാശിച്ചാൽ എഴുന്നള്ളി നിൽക്കുന്ന ഗജവീരന്മാരുടെ അകമ്പടിയോടെ കൈപ്പന്തത്തിന്റെ ശോഭയിൽ ശാസ്താവ് 7 കണ്ടം വരെ പോകും. മടക്കയാത്രയിൽ ശാസ്താവ് നിലപാട് തറയിൽ ഏവർക്കും ആതിഥ്യമരുളി നിലപാട് നിൽക്കും. ചാത്തുക്കുടം ശാസ്താവിന്റെ പൂരത്തിന് ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തുക്കുടം ശാസ്താവിന് നിലപാട് നിൽക്കാൻ ഉത്തരവാദിത്വമേൽപ്പിച്ച് ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് തറയിലെത്തിയാൽ ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിക്കുകയായി. 11 മണിയോടുകൂടി തൊട്ടിപ്പാൾ ഭഗവതിയോടൊപ്പം ചാത്തുക്കുടം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ് ആദ്യം. 12 മണിയോടുകൂടി എടക്കുന്നി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. 1 മണിയോടുകൂടി അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാർ 6 ആനകളുടെയും പഞ്ചാരി മേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളും. ഇതേസമയം പടിഞ്ഞാറ് നിന്ന് നെട്ടിശ്ശേരി ശാസ്താവ് 5 ആനകളുടെ അകമ്പടിയോടും പാണ്ടിമേളത്തോടും കൂടി എഴുന്നള്ളും. ആറാട്ടുപുഴ പൂരം ദിവസം അർദ്ധരാത്രി മുതൽ മന്ദാരം കടവിൽ ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. TCV ചേർപ്പ്. ചേർപ്പ് പീടിക്കപ്പറമ്പ് ആനയോട്ടം നടന്നു. കോടന്നൂർ ശാസ്താവിന്റെ കൊമ്പൻ വടക്കുംനാഥൻ ശിവൻ 1ാമതും 2ാം സ്ഥാനത്ത് മേടംകുളം ശാസ്താവിന്റെ തോപ്പിൽ കുട്ടിശങ്കരനും നാങ്കുളം ശാസ്താവിന്റെ എളമണ്ണൂർ വാസന്തി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ചിറ്റിച്ചാത്തക്കുടം, ചക്കംകുളം, നാങ്കുളം, മേടംകുളം, കോടന്നൂർ ശാസ്താക്കന്മാരും തൈക്കാട്ടുശ്ശേരി, തൊട്ടിപ്പാൾ, എടക്കുന്നി ഭഗവതിമാരുമാണ് ആനയോട്ടത്തിൽ പങ്കെടുത്തത്. ആനയോട്ടത്തിന് ശേഷം ദേവീദേവന്മാർ പീടിക്കപ്പറമ്പ് തേവരെ വലം വെച്ചതിന് ശേഷം ചാത്തക്കുടം ശാസ്താവിനെ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം ആവേശമായി. തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ ശാസ്താവിന്റെ തിടംപേറ്റി. 9 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളി. 150-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളത്തിന് ഉരുട്ടുചണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും, കുറുങ്കുഴലിൽ കിഴൂട്ട് നന്ദനും, വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും, കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനും പ്രമാണിമാരായി. കേച്ചേരിയിൽ വീട്ടിൽ മോഷണം. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 56,000 രൂപയും 1.25 പവൻ സ്വർണവും കവർന്നു. കേച്ചേരി പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കണ്ടത്തുവളപ്പിൽ അജീനയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. അജീനയുടെ മകൻ സാജിദ് ജുമാ നമസ്കാരത്തിനായി പള്ളിയിൽ പോയ സമയത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഈ സമയം അജീന വീടിന്റെ മുകളിലത്തെ നിലയിൽ ജോലി ചെയ്യുകയായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് സാജിദ് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചേലക്കര അന്തിമഹാകാളൻ കാവ് വേല ശനിയാഴ്ച ആഘോഷിക്കും. ഇത്തവണ തെക്കുംകൂർ വേലയായതിനാൽ വട്ടുള്ളി മല്ലിശ്ശേരി കാവിലാണ് വേലയുടെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ അന്തിമഹാകാളൻ കാവിൽ വിശേഷാൽ പൂജകൾ നടക്കും. വൈകിട്ട് തട്ടകദേശത്തെ ക്ഷേത്രങ്ങളിൽ നിന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം വാദ്യ അകമ്പടിയോടെ കെട്ടുകാള വേലകൾ ക്ഷേത്രത്തിലേക്ക് വരവ് തുടങ്ങും. വൈകിട്ട് കാവങ്കണത്തിലെത്തുന്ന കാളവേലകൾ ഞായറാഴ്ച പുലർച്ചെയാണ് കാവിനകത്ത് പ്രവേശിക്കുക. പങ്ങാരപ്പള്ളി, ചേലക്കര, വെങ്ങാനല്ലൂർ, ചേലക്കോട്, തോന്നൂർക്കര, കുറുമല എന്നിവരാണ് വേലയിലെ പ്രധാന ദേശക്കാർ. വേല ദിവസം രാത്രി തേർത്തട്ടിലേറിയുള്ള കാളിദാരിക പ്രദക്ഷിണവും ശേഷം കാളിദാരിക സംവാദവും പ്രതീകാത്മക ദാരിക വധവും നടക്കും. അതേസമയം അനുമതിയില്ലാത്തതിനാൽ ഇത്തവണയും വെടിക്കെട്ട് ഉണ്ടാകില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാജ്യത്തെ ജനാധിപത്യത്തെ ജയിലിലടച്ച് ഭീകരാവസ്ഥ സൃഷ്ടിച്ച് വിധ്വംസക ശക്തിയായി രാജ്യത്തെ കേന്ദ്ര ഭരണകൂടം മാറിയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ 4ാം ഘട്ട പര്യടനം കാറളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉയർത്തുന്ന ചോദ്യം. അതിസമ്പന്നരുടെ താൽപര്യം മാത്രമാണ് മോദി സർക്കാർ സംരക്ഷിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, CPI ദേശീയ കൗൺസിൽ അംഗം KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, P ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. കാറളം സെന്ററിൽ നിന്നും ആരംഭിച്ച പര്യടനം ആളൂരിലെ തുരുത്തിപ്പറമ്പിൽ സമാപിച്ചു. കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് LDF പ്രവർത്തകർ എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. കിഴക്കേ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു.
CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV ശങ്കരനാരായണൻ, സുമന സുഗതൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുയോഗം CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം TK മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം NCP കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി KA രമേശൻ ഉദ്ഘാടനം ചെയ്തു. സുഗുണൻ പ്രിയദർശിനി അധ്യക്ഷത വഹിച്ചു. ആം ആദ്മി പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ബൈജു, അബൂബക്കർ എറിയാട്, ബെഞ്ചമിൻ, അശോകൻ, സജിൽ, ഇബ്തിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. അരവിന്ദ് കെജ്രിവാളിനെ EDയെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ LDF കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. CPI ജില്ലാ കൗൺസിൽ മെമ്പർ CC വിപിൻ ചന്ദ്രൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അഷറഫ് സാബാൻ അധ്യക്ഷത വഹിച്ചു. CPM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP പ്രഭേഷ്, വേണു വെണ്ണറ, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, TK മധു, KK ഹാഷിഖ്, സ്വാതി ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ആ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യമായ തെരഞ്ഞെടുപ്പ് AKGയുടെ 47ാമത് ചരമവാർഷിക ദിനം CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. RA അബ്ദുൽ ഹക്കീം, PR ബിനേഷ്, AC രമേശ്, KB ബിജു തുടങ്ങിയവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഗുരുവായൂർ നിയോജകമണ്ഡലം വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതായി CA ഗോപപ്രതാപൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചു. KPCC, DCC നേതൃത്വങ്ങളുടെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജി. മാനദണ്ഡങ്ങൾ ലംഘിച്ച് ചിലരെ DCC ഭാരവാഹികളാക്കിയ നേതൃത്വത്തിന്റെ നടപടി ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റാണ് CA ഗോപപ്രതാപൻ. K മുരളീധരന്റെ വിജയത്തിനായി സാധാരണ പ്രവർത്തകനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മണിക്കൂറുകൾക്കകം രാജി പിൻവലിച്ചതായും അദ്ദേഹം പിന്നീട് ഫേസ്ബുക്കിൽ കുറിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡിയും മാലപൊട്ടിക്കൽ കേസുകളിലെ പ്രതിയുമായ കുറ്റിച്ചിറ കുണ്ടുകുഴിപ്പാടം സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ അമലിനെ കാപ്പ ചുമത്തി നാടുകടത്തി. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ റേഞ്ച് DIG അജിത ബീഗമാണ് ഇയാളെ 1 വർഷത്തേക്ക് നാടുകടത്തി ഉത്തരവിട്ടത്. കൊരട്ടി, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട എന്നിവിടങ്ങളിൽ മാല പൊട്ടിച്ചതിന് 7ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഉത്തരവ് ലംഘിച്ചാൽ പ്രതിക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും പോലീസ് അറിയിച്ചു. ട്രേഡിംഗ് കമ്പനിയുടെ വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ച് കൊടുങ്ങല്ലൂരിലെ ചാപ്പാറ മണ്ണാറത്താഴം സ്വദേശിയായ ഡോക്ടറുടെ 25 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ തമിഴ്നാട് മൈലാപ്പൂരിൽ താമസിക്കുന്ന മലയാളി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന FX യോഗി അഡ്വൈസേഴ്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡയറക്ടർ വിജയിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ M ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 68.8 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത വിജയ് ചെന്നൈയിൽ ജയിലിലായിരുന്നു. FX യോഗി അഡ്വൈസേഴ്സ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വൻ തുക ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ കമ്പനിക്ക് പുറമെ വ്യാജ കമ്പനികളുടെ വെബ്സൈറ്റും ഇവർ നിയന്ത്രിച്ചിരുന്നു. ഇതിലൂടെയാണ് ഇടപാടുകാരെ ആകർഷിച്ചത്. ആദ്യഘട്ടങ്ങളിൽ ഇടപാടുകാർക്ക് കൃത്യമായ ലാഭം നൽകിയിരുന്നു. പിന്നീട് കൂടുതൽ തുക നിക്ഷേപിച്ചതോടെ പണം നൽകാതെ മുങ്ങുകയായിരുന്നു. പ്രശസ്ത ചെണ്ട കലാകാരൻ കലാമണ്ഡലം ബാലസുന്ദരന് സുവർണമുദ്ര സമർപ്പണവും യാത്രയയപ്പും നൽകി. കലാമണ്ഡലം ചെണ്ട വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികളും സംയുക്തമായാണ് ബാലസുന്ദരന് സുവർണമുദ്ര നൽകി ആദരിച്ചത്. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം നിർവഹിച്ചു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി സുവർണമുദ്ര സമർപ്പണം നടത്തി. പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി പ്രശസ്തിപത്രം നൽകി. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ R രാജേഷ് കുമാർ പൊന്നാട അണിയിച്ചു. കലാനിലയം കുഞ്ചുണ്ണി, കലാമണ്ഡലം ബലരാമൻ, കലാമണ്ഡലം രാജൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം വിജയകൃഷ്ണൻ, കലാമണ്ഡലം രാജശേഖരൻ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇരട്ടത്തായമ്പകയും ഉണ്ടായിരുന്നു. നാട്ടിൽ പോകാനായി കടലിൽ ചാടിയ തമിഴ്നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധന ബോട്ട് രക്ഷപ്പെടുത്തി. തമിഴ്നാട് സ്വദേശികളായ ഗാഡ്സൺ, സഹോദരൻ മുത്തുപാണ്ടി എന്നിവരെയാണ് അഴീക്കോട് നിന്നും കടലിൽ പോയ മാലിക് 3 എന്ന ബോട്ടിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയത്. കരയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ അകലെ കപ്പൽച്ചാലിനു സമീപം ആഴ്ചകളായി മറ്റൊരു ബോട്ടിൽ കടലിൽ പണിയെടുത്തു വരുന്ന തമിഴ്നാട്ടുകാർ നാട്ടിലേക്ക് മടങ്ങണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും
ബോട്ടുടമ അനുവദിച്ചില്ല. ഇതേ തുടർന്ന് തൊഴിലാളികൾ ലൈഫ് ബോയിയുമായി കടലിൽ ചാടുകയായിരുന്നു. അതുവഴി വന്ന മറ്റൊരു മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികളാണ് ഇവരെ രക്ഷിച്ചത്. ഇവരെ വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. കടങ്ങോട് മണ്ടംപറമ്പിൽ തുടങ്ങുന്ന കോഴി മാലിന്യ സംഭരണശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകർ രംഗത്ത്. പരിസര മലിനീകരണവും പൊതുജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നവും സൃഷ്ടിക്കാവുന്ന മാലിന്യ സംഭരണശാലയുടെ പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് മാലിന്യ സംഭരണശാല ആരംഭിക്കുവാൻ പോകുന്നത് എന്ന് യുവമോർച്ച പരാതിയിൽ ആരോപിച്ചു. കോഴി അവശിഷ്ടങ്ങൾ വൻതോതിൽ സംഭരിച്ച് മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാനാണ് ഉടമയുടെ ശ്രമം. പാണ്ടിക്കാട് സ്വദേശിയാണ് സംഭരണശാല നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിനെന്ന പേരിൽ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് എടുത്ത് മണ്ണെടുപ്പും കരിങ്കൽ ഖനനവും നടത്തുന്നുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകുമെന്നും നടപടിയില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും കടങ്ങോട് പഞ്ചായത്ത് മെമ്പർ കൂടിയായ അഭിലാഷ് അറിയിച്ചു. ഈസ്റ്റർ, വിഷു, ഈദ് ദിനങ്ങൾക്കായി ഒരുങ്ങുന്ന കുടുംബങ്ങൾക്കായി കാരുണ്യ ഭക്ഷ്യധാന്യ കിറ്റുമായി പ്രവാസി വ്യവസായി CP സാലിഹ് ചെയർമാനായ വലപ്പാട് CP മുഹമ്മദ് അലി ചാരിറ്റബിൾ ട്രസ്റ്റ് അർഹരായ 25,000-ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. അഴീക്കോട് മാർത്തോമ മുൻ റെക്ടർ സുപ്പീരിയർ ഫാദർ ജബി പുത്തൂർ, തൃപ്രയാർ കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി, വലപ്പാട് പുത്തൻപള്ളി മഹല്ല് ഖത്തീബ് അബ്ദുൽ സമദ് ഫൈസി എന്നിവർ ചേർന്ന് ഭക്ഷ്യധാന്യ കിറ്റുകളുടെ ആദ്യഘട്ട വിതരണത്തിന് തുടക്കമിട്ടു. ട്രസ്റ്റ് പ്രതിനിധികളായ TM നിസാബ്, ഷമീർ എളയടത്ത്, സേവ്യൻ പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. CPM എരുമപ്പെട്ടി കുന്നത്തേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AKG അനുസ്മരണം സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി MK മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. VS സുരേഷ്, KS സരോജിനി, SM ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പതാക ഉയർത്തലും പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു. കോൺക്രീറ്റ് ചെയ്ത കുന്നംകുളം ഗുരുവായൂർ റോഡിലെ EMS ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻവശത്തെ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണി ചെയ്യാൻ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ് കരാറുകാരന് നിർദ്ദേശം നൽകി. ആധുനിക രീതിയിൽ ടാറിംഗ് കഴിഞ്ഞ 4 മാസത്തിനുള്ളിലാണ് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ അടർന്നു നീങ്ങിയത്. കുന്നംകുളം നഗരത്തിൽ ഗുരുവായൂർ റോഡിൽ 5 മീറ്ററോളം നീളത്തിലും 2 മീറ്റർ വീതിയിലുമാണ് റോഡ് തകർന്നിട്ടുള്ളത്. തകർന്ന റോഡിന്റെ ഭാഗങ്ങൾ നിർമ്മാണ തൊഴിലാളികൾ കൈകൊണ്ട് ടാർ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. റോഡിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ നേരിട്ട് കാണാൻ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഗുരുവായൂർ റോഡിൽ മുൻപ് ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്ത പ്രതലത്തിലാണ് വീണ്ടും ഇതേ രീതിയിൽ ടാർ ചെയ്തത്. മിനുസമുള്ള പ്രതലമായതിനാലാണ് ടാറിട്ട ഭാഗങ്ങൾ അടർന്നു നീങ്ങിയതെന്നാണ് കരാറുകാർ നൽകിയ വിശദീകരണം. മിനുസമുള്ള പ്രതലം ടാറിങ്ങിന് മുൻപ് പരുക്കനാക്കുന്നതിൽ വീഴ്ച വന്നതായാണ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. AE K സ്മിത, AE സ്മിജ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ കൊടും ചൂടിൽ ചുട്ടുപൊള്ളുന്ന മലയോര പ്രദേശങ്ങൾക്ക് കുളിര് പകരുന്നു. 3 ആഴ്ചയിലേറെ വറ്റുവരണ്ട് കിടന്ന കനാലിൽ 3 ദിവസം മുൻപാണ് വെള്ളമെത്തിയത്. നെൽപ്പാടങ്ങൾ കൊയ്തൊഴിഞ്ഞെങ്കിലും കനാൽ വെള്ളത്തെ ആശ്രയിച്ച് ജലസേചനം നടത്തുന്ന കൃഷിയിടങ്ങളിലെ ജാതി, വാഴ എന്നിവ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ ഉണക്ക് ഭീഷണിയിലായിരുന്നു. കിണറുകൾ വറ്റി തുടങ്ങിയതിനെ തുടർന്ന് കുടിവെള്ളക്ഷാമത്തിന്റെ പിടിയിലമർന്ന പ്രദേശങ്ങൾക്കും മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലെ ജലസമൃദ്ധി അനുഗ്രഹമായിരിക്കുകയാണ്. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റി, തലപ്പള്ളി താലൂക്ക് നിയമസേവന കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ ലോക ജലദിനാചരണത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റി തൃശൂർ സെക്രട്ടറി സബ് ജഡ്ജ് സരിത രവീന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സന്ധ്യ മന്നത്ത് അധ്യക്ഷത വഹിച്ചു. ചെറുതുരുത്തി SHO ബോബി വർഗീസ്, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് സെക്രട്ടറി NM ഷെറീഫ്, ഡോക്ടർ ജിജി മാത്യു, ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ കോർഡിനേറ്റർ മോഹനൻ, പാരാ ലീഗൽ വോളണ്ടിയർ S റസീന തുടങ്ങിയവർ പങ്കെടുത്തു. താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ എന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ലോക ജലദിനാചരണം സംഘടിപ്പിച്ചു. അധ്യാപിക ലിറ്റി ലോക ജലദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി അധ്യാപിക സതീരംഗൻ, ആശാവർക്കർ സുശീല രാജൻ, ഗിരിജ കൊടപ്പുള്ളി, കാഞ്ചന ധർമ്മരാജൻ എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി വെട്ടുകടവ് പാലത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. പാലത്തിന്റെ കിഴക്ക് ഭാഗത്തെ സ്പാനുകൾക്കടിയിലെ
വിടവുകൾ താൽക്കാലികമായി നികത്തി. പടിഞ്ഞാറെ ഭാഗത്തെ പാലത്തിന്റെ അഗ്രത്തിൽ രൂപം കൊണ്ട ഗർത്തം മൂടുന്ന പ്രവൃത്തി അടുത്ത ദിവസം നടക്കും. ഇടിഞ്ഞുപോയ ചപ്പാത്ത് പുതുതായി കോൺക്രീറ്റ് ചെയ്തു. ചെങ്ങാലൂർ ശാന്തിനഗറിലെ തണൽ പകൽവീട് കെട്ടിട നിർമ്മാണത്തിന് ഉപാധികളോടെ NOC നൽകിയ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടി പദ്ധതിക്ക് തുരങ്കം വെക്കുന്നതാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, പഞ്ചായത്ത് അംഗം ടീന തോബി എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പഞ്ചായത്തിലെ 10ാം വാർഡിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് 20 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ട സ്ഥലത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിന്റെ അനുമതി തേടണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റിനെ അധ്യക്ഷനാക്കണമെന്നുമുള്ള ഉപാധികളോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിന് NOC നൽകിയത്. എന്നാൽ ഈ NOCയിൽ കെട്ടിടം പണിയുന്നതിനോ ഫണ്ട് വിനിയോഗിക്കുന്നതിനോ സാധിക്കുകയില്ല എന്ന് കാണിച്ച് ജില്ലാ പഞ്ചായത്ത് ഉപാധികളില്ലാത്ത NOC ആവശ്യപ്പെടുകയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ NOC നൽകാൻ പഞ്ചായത്ത് തയ്യാറാകാത്തത് പദ്ധതി ഫണ്ട് ലാപ്സായി പോകുന്നതിന് ഇടയാകുമെന്നും ആരോപിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രിയിലേക്ക് രോഗികൾക്കാവശ്യമായ ഉപകരണങ്ങൾ നൽകി മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ സംഘടനയായ ഓർമ്മക്കൂട്ട് മാതൃകയായി. 40,000 രൂപ വില വരുന്ന ഉപകരണങ്ങൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹന എ ഖാദർ ഏറ്റുവാങ്ങി. ഓർമ്മക്കൂട്ട് പ്രസിഡന്റ് CT ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VS സേതുമാധവൻ, ട്രഷറർ PR രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് T സത്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മുള്ളൂർക്കര സെന്ററിലെ ആൽമരത്തിനു സമീപം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഭാരതപ്പുഴ പൈങ്കുളം പമ്പ് ഹൗസിൽ നിന്ന് മുള്ളൂർക്കര പഞ്ചായത്തിലേക്കും വടക്കാഞ്ചേരി നഗരസഭയിലേക്കും വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് പൊട്ടിയാണ് വെള്ളം പാഴാകുന്നത്. നിരവധി തവണ അധികൃതരെ പരാതി അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മുള്ളൂർക്കര സെൻറ്ററിൽ തന്നെ ഉള്ള മെയിൻ പൈപ്പ് എന്നാണ് പൊട്ടി പോണത്. ഇതിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഒരാഴ്ചക്കാരായി. അതേപോലെ ഭാഗത്തു നിന്നൊന്നും ഇതേപ്പറ്റി യാതൊരു പ്രതികരണം കാണുന്നില്ല, വന്നു നോക്കുന്നില്ല, യാതൊരു കാണുന്നില്ല. ഇന്നിപ്പോൾ ഈ ലോക ജലദിനം ആയിട്ട് പോലും ഇന്ന് ഈ വരൾച്ചക്കാലത്ത് ജലത്തെ സംരക്ഷിക്കാനുള്ള യാതൊരു നടപടിക്രമങ്ങളും എടുത്ത് കാണുന്നില്ല. മുണ്ടൂർ നിർമ്മൽ ജ്യോതി സെൻട്രൽ സ്കൂളിലെ കിൻഡർ ഗാർട്ടൻ വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ ചടങ്ങ് ഫാദർ ബാബു അപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അസോസിയേറ്റ് മാനേജർ സിസ്റ്റർ ആൻസി പോൾ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ മേഴ്സി ജോസഫ്, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ഷാജി, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അമൽ ഫിജോ, റോജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. സത്യഭാമയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് RLV രാമകൃഷ്ണൻ. കുടുംബക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ വേദി നൽകുമെന്ന് സുരേഷ് ഗോപി. പ്രസിദ്ധമായ ആറാട്ടുപുഴ ദേവസംഗമം ശനിയാഴ്ച. പീടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ കോടന്നൂർ ശാസ്താവിന്റെ കൊമ്പൻ വടക്കുന്നാഥൻ ശിവൻ ഒന്നാമനായി. തറയ്ക്കൽ പൂരം ആവേശമായി. കേച്ചേരിയിൽ വീട്ടിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 56,000 രൂപയും 1.25 പവൻ സ്വർണവും കവർന്നു. കണ്ടത്തുവളപ്പിൽ അജീനയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ശനിയാഴ്ച ആഘോഷിക്കും. വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച് അധികൃതർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.